കോഴിക്കോട് അന്വേഷണം നടത്തുക. കോഴിക്കോട് പരിശോധന നടത്തുമ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ? ഈ ധർമ്മടത്ത് പരിശോധന നടത്തുമ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ? ഈ സമൂഹത്തിൽ ഒരു ചർച്ച ഉണ്ടാക്കണം, കുറെ ക്യാപ്ഷൻസ് വരണം, ബ്രേക്കിംഗ് ന്യൂസ് വരണം. അല്ല, 2 കൊല്ലം ഇവർ അന്വേഷിച്ചെന്ന്, ഇവർക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. 2 കൊല്ലം അന്വേഷിച്ചിട്ട് ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഇവർക്ക് പ്രതി ചേർക്കാനോ ഏതെങ്കിലും തെളിവ് കണ്ടെത്താനോ ഒന്നും ഇവർക്ക് സാധിക്കില്ല. അതെല്ലാവർക്കും അറിയുന്നല്ലേ. അത് തന്നെ പിണറായി വിജയനും പറഞ്ഞത്. പക്ഷെ ഇവരുടെ ഉദ്ദേശം വളരെ കൃത്യമാണ്. സമൂഹത്തിൽ പിണറായി വിജയനെയും CPM-നെയും ഒക്കെ ഇകഴ്ത്തി കാണിക്കണം, മോശമായി കാണിക്കണം. അതിന് ED ഉപയോഗപ്പെടുത്തുക. അതിലാണ് നമുക്കും സംശയം. കണ്ടോൺമെന്റ് ഭവൻ ഹൗസിലേക്ക് പിണറായി വിജയൻ മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് നടക്കില്ലല്ലോ. നടക്കോ? നടക്കാൻ സാധ്യതയില്ല. അതായി നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു ആക്ഷേപം ഒരു ഭാഗത്ത് വരുന്നത്. ഇവരുടെ ഉദ്ദേശം എന്താ? VD സതീശന്റെയും BJP-യുടെയും ഒക്കെ ഉദ്ദേശം എന്താണ്? കേരളത്തിലെ അല്ല, അവിടെയൊക്കെ നടത്താം, ഇവിടെ കയറില്ല. പിണറായി വിജയൻ ഉള്ളിടത്ത് കയറില്ല. ഇവരുടെ മെയിൻ ഫോക്കസ് എന്താ? പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് എന്നുള്ള നിലക്ക. അതിനല്ലേ ഇവർ പരിശ്രമിച്ചത്? വലിയ രീതിയിൽ പരിശ്രമം നടത്തിയത് അതല്ലേ? അതിനല്ലേ ഈ പ്രചരണം ആകെ നടത്തിയത്? അപ്പൊ സ്വാഭാവികമായിട്ടും പിണറായി വിജയനോട് ചോദ്യം ചോദിച്ചിട്ടില്ല. നിങ്ങൾ നിലപാടെടുത്തോളൂ, ഞങ്ങൾ അത് മിണ്ടാതിരിക്കാം, എന്നിട്ട് അതിന് പകരമായി കേരളത്തിലേക്ക് വരുമ്പോൾ പിണറായി വിജയനെ നിങ്ങൾ ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയാൽ മതി എന്നൊരു കോംപ്രമൈസ് ആയിരിക്കുമോ ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്? അങ്ങനെ ഉണ്ടാക്കാനൊക്കെ പറ്റുമോ വസീഫ്? രാഹുൽ ഗാന്ധിയും ആ പരിധിയിലാണല്ലോ. അല്ല, എന്തൊക്കെ കോംപ്രമൈസ് ഉണ്ടാക്കാം? ഞാൻ പറയാം. ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അവരുടെ സ്വത്ത് കണ്ടെത്തിയതും അവരെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തതും നമ്മൾ കണ്ടതാ. അന്ന് CPM എടുത്ത നിലപാടെന്താ? ഇത് ശുദ്ധ തോന്നിവാസമാണ് എന്ന് ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതാ. ഈ BJP-യുടെ അന്വേഷണ ഏജൻസികളായിട്ടുള്ള ഈ ദേശീയ അന്വേഷണ ഏജൻസികളെ BJP-യുടെ ഒരു ഏജൻസിയാക്കി മാറ്റുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചവരാ ഞങ്ങള്. അന്ന് CPM-ന്റെ MP-മാർ ഉൾപ്പെടെ അവിടെ പ്രതിരോധം തീർക്കാനും പ്രതിഷേധിക്കാനും വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരും അന്നത്തെ അക്രമത്തെയും പ്രതിഷേധത്തെയും ഒന്നും മോശമാക്കിയല്ല ചിത്രീകരിച്ചത്. ഇത് BJP-യുടെ അജണ്ടയാണ് എന്നാ ഞങ്ങൾ പറയാൻ ശ്രമിച്ചത്. അത് തന്നെയാ പറയുന്നത്. എന്നാൽ ഈ കോൺഗ്രസിന്റെ താല്പര്യം എന്താ? ഈ കോൺഗ്രസിന്റെ താല്പര്യം, കേരളത്തിലെ സതീശൻ കോൺഗ്രസിന്റെ താല്പര്യം ഈ CPM-നെയും പിണറായി വിജയനെയും മോശമാക്കണം. അതിന് ബോധപൂർവമായി ഈ ED-യെയും മറ്റ് അന്വേഷണ ഏജൻസികളെയും എല്ലാം വിളിച്ചുകൊണ്ടുവന്ന് പരവതാനി ഇട്ടുകൊടുത്ത് ഈ കേരളത്തിലെ CPM-നെ തകർക്കണം. അതാണ് നമ്മൾ കാണേണ്ടത്. ഞാൻ നേരത്തെ വായിച്ചത് വാഷിംഗ് മെഷീൻ എന്ന് വിളിച്ചത് ഇവരുടെ നേതാവാ. അതിൽ നമ്മളിങ്ങനെ വിശ്വസിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ എന്നെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടില്ല, എന്നോട് ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പിണറായി വിജയൻ തന്നെ ഒന്ന് പറയുന്നത്. അതോടുകൂടി ആ ആരോപണം പക്ഷേ പൊളിയുന്നില്ലേ എന്നുള്ളതാണ് സംശയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.